തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം. ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA CPIM-ന്റെ VK പ്രശാന്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന്റെ ഭൂരിപക്ഷം 21,500 വോട്ടുകളായിരുന്നു. അതായത് CPIM-ന്റെ VK പ്രശാന്ത് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ BJP-യുടെ VV രാജേഷിനെയാണ് 21,500 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. BJP-ക്ക് വലിയ രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8,500-ലധികം വോട്ടിൻ്റെ ലീഡ് അവിടെ ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ നേടിയിരുന്നു. എന്നാൽ LDF അപ്പോൾ, അതായത് പന്ന്യൻ രവീന്ദ്രൻ അപ്പോൾ 3-ാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. LDF വോട്ട് കുത്തനെ കുറയുന്ന ഒരു സാഹചര്യം. എന്നാൽ വട്ടിയൂർക്കാവിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ 2011-ലും 2016-ലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ, കരുണാകരൻ്റെ മകനായ മുരളീധരൻ തന്നെയാണ് വട്ടിയൂർക്കാവിൽ വിജയിച്ചത്. 2011-ൽ 16,067 വോട്ടുകൾക്ക് ചെറിയാൻ ഫിലിപ്പിനെയാണ് മുരളീധരൻ പരാജയപ്പെടുത്തിയതെങ്കിൽ 2016-ൽ അവിടെ കുമ്മനം രാജശേഖരനെയാണ് 7,622 വോട്ടുകൾക്ക് മുരളീധരൻ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വട്ടിയൂർക്കാവിൽ, കാരണം മുരളീധരൻ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ പോയി P ജയരാജനെ 86,000 വോട്ടുകൾക്ക് കെട്ടിച്ചപ്പോഴാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ മോഹൻകുമാർ എന്ന ഒട്ടും ജനകീയനല്ലാത്ത ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തിയത് കൊണ്ട് തന്നെ അവിടെ 3-ാം സ്ഥാനത്ത് കിടന്ന CPIM നേരെ VK പ്രശാന്ത് എന്ന വ്യക്തിയുടെ വ്യക്തി മികവിൽ, അദ്ദേഹം PR വർക്ക് എല്ലാം ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയറായിരുന്ന VK പ്രശാന്ത്, അദ്ദേഹം 14,500 വോട്ടുകൾക്കാണ് വട്ടിയൂർക്കാവ് മണ്ഡലം ഇടതുപക്ഷത്തേക്ക് ആദ്യമായി കൊണ്ടുവന്നത്. എന്നാൽ ആ മണ്ഡലത്തിൽ മുരളീധരൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ സംഗതി മാറുമെന്ന് എല്ലാവർക്കും അറിയാം. BJP-ക്ക് കാര്യമായി വോട്ട് ഷെയറുള്ള ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നതെങ്കിലും ശശി തരൂർ മത്സരിച്ചപ്പോൾ അവിടെ 2-ാം സ്ഥാനത്തേക്ക് എത്തി. മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ പോരാട്ടം, അതിശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മുരളീധരൻ കൃത്യമായി പറയുന്നുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ തൻ്റെ മേൽനോട്ടം കൃത്യമായി ഉണ്ടാകും. UDF നേതൃത്വത്തിന് മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 2026-ൽ തിരിച്ചു വരാൻ കഴിയില്ല. തലസ്ഥാന നഗരിയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിൻ്റെ അനിവാര്യത മുരളീധരൻ അണികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ശശി തരൂർ പല കാര്യങ്ങളിലും പരാമർശം നടത്തുമ്പോൾ മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം ഒരു മികച്ച നേതാവാണ്, അദ്ദേഹം 4 തവണ തിരുവനന്തപുരത്ത് തുടർച്ചയായി BJP-യുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് വിജയിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങളിലും മിതത്വം പാലിക്കുന്നില്ല എന്നുൾപ്പെടെയുള്ള നിലപാടുകൾ കടുപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് മുരളീധരൻ. എന്നാൽ ജനകീയത ഒട്ടും കൈവിടാത്ത രീതിയിലുള്ള മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കൈവരിക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹം 3-ാം സ്ഥാനത്ത് തള്ളപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെതായ വേരോട്ടം കാത്തു സൂക്ഷിക്കുന്ന, അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. തീർച്ചയായും വട്ടിയൂർക്കാവിലേക്കുള്ള ഒരു റീ എൻട്രിക്കായിട്ടാണ് മുരളീധരൻ വരുന്നത്.